നോർമൽ ഹെയർസിനേക്കാളേറെ കുറച്ചധികം കെയറും സ്റ്റൈലിംഗ് ടൈമും സ്പെൻഡ് ചെയ്താൽ നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള കേൾസിനോടൊപ്പം ഹെയർ നല്ല ബൗൺസി ആൻഡ് ഷൈനിങ്ങിൽ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ കേൾ ക്വയറീസിൽ ആഡ് ചെയ്താലോ? കേളി ഗേൾ ഫ്രണ്ടിന് ഉടനെ ഈ വീഡിയോ അയച്ചു കൊടുത്തോളൂ കേട്ടോ. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ്സിന് ശേഷം ഹെയർ ഷാംപൂ ആൻഡ് ലിവിങ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് കുറച്ച് ലിവിങ് കണ്ടീഷണർ ഡയറക്റ്റ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഇനി അത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ഹെയർ ഒരു 3 പാർട്ടീഷനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് കേൾ ക്രീം വിത്ത് വാട്ടർ എമൾസിഫൈ ചെയ്ത് ഹെയറിൽ പ്രീ ഹാൻഡ് വാഷിൽ അപ്ലൈ ചെയ്യണം. കുറച്ച് ജെല്ലൂടി ഇട്ട് സെറ്റ് ചെയ്ത് തന്നെ ദാറ്റ്സ് ഇറ്റ്. സെയിം തന്നെ ബാക്കി 2 പാർട്ടീഷൻസും നമുക്ക് ചെയ്യണം. കേൾ ക്രീം ആൻഡ് ഈ ജെല്ല് നമുക്ക് എല്ലാ വാഷ് ഡേയ്സും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഈ കേൾസ് പാറ്റേൺസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗേൾസ് ആണെന്നാണെങ്കിൽ ലിവിങ് കണ്ടീഷണർ ആൻഡ് വൈറ്റ് ടൂത്ത് കോംബി യൂസ് ചെയ്ത് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ടാൽ മാത്രം മതി. ഓരോ പാർട്ടീഷൻ ഹെയർസിലും കേൾ ക്രീം ആൻഡ് ജെല്ല് അപ്ലൈ ചെയ്ത് ഇതുപോലെയുള്ള കേൾസ് ഈ ഒരു വൈറ്റ് ടൂത്ത് കോംബി യൂസ് ചെയ്ത് കേൾ പാറ്റേൺസ് ബ്രേക്ക് ആവാതെ കോംബ് ചെയ്യണം. എന്നിട്ട് റേക്ക് ആൻഡ് ഷേക്ക് മെത്തേഡ് യൂസ് ചെയ്യുക. അതാകുമ്പോഴത്തേക്കും ഈ ഫുൾ ക്രീംസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് നോർമലി നമുക്ക് ഈ കേൾ പാറ്റേൺസ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ആ ഒരു ജെല്ലും കേൾ ക്രീമും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ദെൻ ഫേസ് ഫ്രെയിമിംഗ് ആയിട്ടുള്ള ഹെയർസ് നമ്മൾ കുറച്ച് നന്നായി തന്നെ ശ്രദ്ധിക്കണം. ബിക്കോസ് പെട്ടെന്ന് ഫ്രിസ് ഐഡൻറ്റിഫൈഡ് ആകുന്ന ഹെയർ പാർട്ടീഷൻ ഇതാണ്. സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് ഫിംഗർ കോയിൽ ചെയ്ത് നമുക്ക് കുറച്ച് ലിവിങ് കണ്ടീഷണർ കൂടി അപ്ലൈ ചെയ്യുക. ഫേസ് ഫ്രെയിമിംഗ് ആയിട്ടുള്ള ഹെയർസിൽ നമ്മൾക്ക് ഒരു 4-5 ഹെയർ സ്റ്റാൻഡ്സ് എടുത്തിട്ട് ഫിംഗർ കോയിൽ ചെയ്തിടാം. അതാകുമ്പോൾ കേൾസ് അതുപോലെ തന്നെ ഒരു ലോങ് ലാസ്റ്റിംഗ് പീരീഡിൽ തന്നെ കിടക്കും. ഇനി നമുക്കിതിലാകെ ചെയ്യാനുള്ളത് ഹെയർ നല്ലോണം സ്ക്രഞ്ച് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ തലങ്ങും വിലങ്ങൊക്കെ ഇട്ട് ഹെയർ നല്ലോണം അങ്ങ് സ്ക്രഞ്ച് ചെയ്യുക. ഹെയർ ബോണറ്റ് യൂസ് ചെയ്തിട്ട് രാത്രി കിടക്കുക. ഇനി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ ഒന്ന് കണ്ടു നോക്കിയാലോ.